അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതായത് ജൂൺ 27. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി നേരെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങളുടെ പേരിൽ ഓരോ വഴിപാടൊക്കെ കഴിച്ചു. നമ്മുടെ അകലൂർക്കാവിലേക്കാണ് കേട്ടോ പോയത് തൊഴുകാൻ. അത് രാവിലെ ഏതൊരു പ്രത്യേക നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴോ അമ്പലത്തിൽ പോകണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ് കേട്ടോ. പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും പോയി തൊഴുകാറുണ്ട്. അങ്ങനെ അവിടുന്ന് തൊഴുതു കഴിയുമ്പോൾ നമുക്ക് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പാത്രം കൊണ്ടൊന്നല്ല പോയത്, പക്ഷെ എന്തായാലും നമ്മൾ റെസിപ്റ്റ് ആക്കിയിട്ട് പായസം വാങ്ങിച്ച് വീട്ടിൽ വന്ന് നമ്മൾ കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് നമ്മൾ വിചാരിച്ചു നമ്മുടെ കണ്ണിയമ്പുറം ഒറ്റപ്പാലത്തുള്ള കയാക്കിൽ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം എന്ന്. മീൽസാണ്, പക്ഷെ അവിടെ ഫിഷാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോഴേക്കും ഏകദേശം ഫിഷുകളൊക്കെ വേഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര തിരക്കുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോയി വെയിറ്റ് ചെയ്യണം ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും ബീഫ് റോസ്റ്റൊക്കെ വാങ്ങിച്ചു. അത് വയറ് നിറച്ച് കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ കാറിൽ ചില്ലായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ വലിയ ട്രിപ്പും കാര്യങ്ങളൊന്നുമില്ല. വെഡിങ് ആനിവേഴ്സറി സിമ്പിളായിട്ട് ചെയ്തു. കാരണം കുട്ടികൾക്ക് കോൾഡും കാര്യങ്ങളൊക്കെയാണ്, എനിക്കും ആവക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പായിട്ട് ലോങ് എവിടെയും പോയാൽ നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നീള ബോട്ടിലേക്ക് പോയിട്ട് ചെറുതുരുത്തി അവിടെ എങ്ങാനാണ്. അങ്ങനെ പോയി നമ്മൾ അവിടെ പോയപ്പോൾ ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ടൈം ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഓറഞ്ച് ജ്യൂസും പറഞ്ഞിട്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തണുപ്പില്ലാത്തതും വിനോദം തണുപ്പുള്ളതും വാങ്ങിച്ചു. അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും കുറച്ച് ദിവസമായിട്ട് വെറും ചായ കാപ്പി മാത്രമാണ്, കാരണം തണുപ്പുള്ള ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദാഹം കൊണ്ടൊരു ജ്യൂസ് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി അവരുടെ ഈ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടിരുന്നു. നമ്മൾ ഡിങ്കൂനും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ബോട്ടിങ്ങിൽ പോകാനുള്ള ഒരു ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളായിട്ട് ചവിട്ടി പോണതും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏട്ടൻ ഇങ്ങനെ തുഴഞ്ഞു പോണതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചവിട്ടി പോണത് പിള്ളേരെ വെച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, പിള്ളേരെ വെച്ച് നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടത് ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് കേട്ടോ. പിന്നെ നമുക്ക് വേഗം വീട്ടിലെത്തണം, ഒരുപാട് ലേറ്റ് ആവരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കണ്ടല്ല കേട്ടോ. എനിക്കും നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമച്ച് എനിക്ക് വയ്യാണ്ടേ. അപ്പോൾ നമ്മൾ വേഗം വീടെത്താന്നുള്ളതായിരുന്നു. പിന്നെ സൺഡേ നമ്മൾ ഒരു ഫിലിമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ബാക്കി എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ഒരു 6 മണിൻ്റെ ഉള്ളിൽ അവിടുന്ന് കുറച്ച് നേരം അല്ലുവിനോടൊരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ കളിക്കുകയും ചെയ്തിട്ട് നമ്മൾ നേരെ വന്നു. പിന്നെ നമ്മുടെ സ്വന്തം പത്തിരിപ്പാല സ്പോട്ടിലെത്തുമ്പോൾ നമ്മളൊരു ചുടുക്കനൊരു ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായ പിന്നെ ഒരു സ്നാക്സും വാങ്ങി കഴിച്ചു. പിന്നെ അല്ലുച്ചിക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് അവനും എന്തൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ 1-2 സാധനങ്ങളും കൂടി വാങ്ങിക്കാനുള്ളത് കൊണ്ട് കടയിൽ കയറിയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത് കേട്ടോ. എന്തായാലും വെഡിങ് ആനിവേഴ്സറി അപ്പോൾ നമ്മൾ ഗംഭീരമായി ആഘോഷിച്ചു. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.